ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കർ ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 4 മണി പലഹാരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പൊട്ടാറ്റോ കട്ട്ലറ്റാണ്. അപ്പോൾ അതിന് വീട്ടിൽ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ 7 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ അത് ലോങ് ആയിട്ട് പോവും. അതുകൊണ്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കുവാണ് ഞാൻ പൊട്ടാറ്റോ. അപ്പോൾ ഇത് മാഷ് ചെയ്യണം. അപ്പോൾ മാഷ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ മാഷ് ചെയ്തിട്ടുണ്ട് പൊട്ടാറ്റോ. അപ്പോൾ ഇതിൽ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മസാല, ഒരു കുറച്ച് ഉപ്പ്, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ ഇഞ്ചി, പിന്നെ മല്ലിയില, മല്ലിയില ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കസ്തൂരി മെത്തി. അതില്ലെങ്കിൽ കുഴപ്പമില്ല, കസ്തൂരി മെത്തിയാണ് കുഴപ്പമില്ല, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിയില ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 6 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. ഇതിപ്പോൾ ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര കിഴങ്ങെടുത്തു അത്ര കോൺഫ്ലവർ ഇട്ടാൽ മതി. അധികം വേണ്ട. ഇച്ചിരി ക്രഞ്ചി ആയിട്ട് ഇരിക്കാനാ. പിന്നെ ഒരു ഇച്ചിരി അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇടാം നിങ്ങൾക്ക്. കോൺഫ്ലവറിൻ്റെ കൂടെ അരിപ്പൊടി ഇട്ടാൽ ഒന്നുകൂടെ ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അത്. ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ബോൾ ഉണ്ടാക്കിയിട്ട് കയ്യിൽ ബോൾ ഉണ്ടാക്കാം. അപ്പോൾ കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് ഇച്ചിരി എണ്ണ തേക്കാം കയ്യിലോട്ട്. ഓക്കെ, കയ്യിലോട്ട് എണ്ണ തേച്ചിട്ട് അപ്പോൾ ഇതിന് ഓരോരോ ബോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് കുറച്ച് ബോൾ എടുത്ത് നമുക്ക് ഉരുട്ടാം. ഉരുട്ടിയിട്ട് കട്ട്ലേറ്റ് പോലെ നമുക്ക് ആക്കാം. സൈഡ് ഇച്ചിരി റൗണ്ടായിട്ട് വെക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ ഒക്കത്തില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയാൽ മതി. ഇട്ടിട്ട് ഞാൻ കട്ട്ലറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബോൾ കട്ട്ലറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് വറുത്തെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും ചൂടായി. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് കട്ട്ലറ്റ് അതിലോട്ട് ഇടാം. ഇടുന്നതിന് കൈ സൂക്ഷിച്ചോണേ. അപ്പോൾ ഇത് വേവണം നല്ലപോലെ. കിഴങ്ങായതുകൊണ്ട് ഉള്ളി വരെ ഒന്ന് വേവണം നല്ലപോലെ. അപ്പോൾ ഇത് ചുമക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ വേവട്ടെ, വെന്ത് വരുന്നു. അപ്പോൾ തിരിച്ചിടാം. നല്ല ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് എടുക്കാം. ഇത് ഫ്രൈ ചെയ്തായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇടുക. അപ്പോൾ പൊട്ടാറ്റോ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ,
വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ.